ഇന്ന് നമ്മളുള്ളത് ഹിമാചൽ പ്രദേശിലെ കിന്നൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു സാധാരണ ഗ്രാമമായ കൽപ്പയിലാണ്. കൽപ്പയിൽ ഞങ്ങൾ ആദ്യം പോയത് മോണസ്ട്രിയിലേക്കാണ്. നമ്മൾ ആ മോണസ്ട്രിയിൽ എത്തിയപ്പം അവിടെ ഇരുന്ന ആൻറ്റിമാരൊക്കെ നമ്മളോട് പറഞ്ഞു ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. പിന്നെ ഞങ്ങൾക്ക് ആ മോണസ്ട്രിയിലെ പ്രസാദവും കുറേ സ്വീറ്റ്സും പഴങ്ങളും ഒക്കെ തന്നു. ഇവിടുത്തെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്തെന്നാൽ ഇവിടുത്തെ ആളുകൾ ഭയങ്കര സിമ്പിളാണ്. ഇത്രയും നാൾ യാത്ര ചെയ്തതിൽ വെച്ച് ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ ഒരു മനസ്സുമില്ലായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തണുത്ത കാറ്റും ഇരുട്ടിയാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ച് മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. बताओ ना नाम क्या है आपका? ഈ മോണസ്ട്രീൻ്റെ താഴെ ഒരു 100 മീറ്റർ നടന്നാൽ ഒരു മന്ദിരമുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം നല്ല ക്യൂട്ട് പട്ടിക്കുട്ടിയും കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്ക് എന്ത് രസമാണ് നടന്നു പോകുന്നത് കാണാൻ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് നമുക്ക് കിന്നൂർ കൈലാസത്തിൻ്റെ അതായത് ശിവലിംഗത്തിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. ഇവിടെയാണ് ഫേമസ് ഹൈവേ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലം. ഈ ഒരു സ്ഥലം ഇത് കിന്നൂർ ജയിലാണ് കോമ്പിയോലെ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ആപ്പിളും പറിച്ചും അതും കഴിച്ചാണ് നടന്നത്. പിന്നെ ഇവിടുത്തെ ആളുകളുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ആപ്പിൾ കൃഷിയാണ്, പ്രത്യേകിച്ചും ഗ്രീൻ ആപ്പിൾ. കിട്ടി ഇത് പഴുത്തിട്ടില്ല, കുഞ്ഞ് അതിൻ്റെ ബേബി സീസണാണ്. നമ്മളിനി അടുത്ത് പോകുന്നത് റോഗി വില്ലേജിലേക്കാണ്. കൽപ്പ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും 3.5 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ റോഗി വില്ലേജിലേക്ക്. അതിൻ്റെ ഇടയിലാണ് സൂയിസൈഡ് പോയിന്റ് വരുന്നത്. ഞങ്ങൾ 2 പേർക്ക് നടക്കാനാണ് ആഗ്രഹമെങ്കിലും പക്ഷേ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ കൈ കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭാഗ്യത്തിലൊരു പിക്കപ്പ് വന്നു. അതിലും വലിഞ്ഞു കയറി ഞങ്ങൾ. ഒരു സ്ഥലമായപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടി ഇവിടെ വരെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നു കിന്നൂർ സൂയിസൈഡ് പോയിന്റിലെത്തി. അങ്ങനെ ഞങ്ങൾക്ക് ലോറി കിട്ടിയിരിക്കുകയാണ്. ലോറിയല്ല, പിക്കപ്പാണ്. ആ പിക്കപ്പ് കയറി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഐ ലവ് കിന്നൂർ. സൂയിസൈഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല തണുത്ത കാറ്റും ആ സൗണ്ടൊക്കെ നമ്മളെ പേടിപ്പെടുത്തും. എനിക്ക് ചെറുതായിട്ട് പേടിയായെങ്കിലും പക്ഷേ ധൈര്യം കൈവിടാതെ തന്നെ മുമ്പോട്ട് യാത്ര തുടർന്നു. സൂയിസൈഡ് പോയിന്റിൽ നിന്നൊരു കാറ് കിട്ടി റോഗി വില്ലേജിലേക്ക്. आपको केरला में कौन सी जगह पसंद आया? पहले आया था। केरला की बीचेस कौन से हैं? हमारी जगह से हाँ, जो कन्याकुमारी तमिलनाडु में। हाँ कन्याकुमारी तमिलनाडु में. പുള്ളിയാണെങ്കിൽ എല്ലാവരെയും കാണുമ്പോൾ കാറൊക്കെ നിർത്തി നമസ്തേക്ക് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഒരുപക്ഷെ വില്ലേജ് ലൈഫിലെ ഏറ്റവും മനോഹരമായ കാര്യം ഇതായിരിക്കും. കാരണം എല്ലാവരെയും കണ്ട് ഹായ് ഒക്കെ പറഞ്ഞ് പോകുന്നത് എന്ത് രസമല്ലേ. പിന്നെ ആ ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ നല്ല എഡ്യൂക്കേറ്റ് ആട്ടോ. കാരണം ആ ചേട്ടൻ PG കഴിഞ്ഞ് UPSC മെയിൻസും എഴുതിയ ആളാണ്. പിന്നെ വീട്ടിലെ സാഹചര്യം കാരണമാണ് അതൊക്കെ വിട്ടിപ്പോൾ വീട്ടിലെ കാര്യമൊക്കെ നോക്കി നടക്കുന്നതെന്ന് പുള്ളിയോട്. कितना दूर का है? यहाँ से आधा घंटा लगता, ऊपर आने को 1.5 घंटा लगेगा. अरे मणिपुर हाँ हाँ तो पता है. हाँ लोकल से तो जल्दी कर सकते. നമ്മൾ മന്ദിറിലോട്ട് പോവാണ്. ഈ കാണുന്നതാണ് തോന്നുന്നു മന്ദിർ. ഇവിടെ ഇത് വീടല്ലേ, ഇത് കൺസ്ട്രക്ഷൻ എന്തോ നടക്കുകയാണ്. നമ്മൾ ഈ മന്ദിറിൻ്റെ താഴോട്ട് പോവുകയാണ്. ഈ വെള്ളം നല്ലതാണെന്ന് അറിയത്തില്ല, എന്തായാലും ദാഹിക്കുന്നുണ്ട്. ഈ മഴ ഉണ്ടല്ലോ, ഈ ഫുഡൊക്കെ നമ്മുടെ നാട്ടിൽ 150-200 രൂപയും കിട്ടുന്നതാണ്. ഇതിവിടെ വെറുതെ കിടക്കുവാണ്, അതാണ് എടുത്ത് വെച്ചത്. അരുവികളൊക്കെ ഉണ്ട്, എന്നാലും കുടിക്കാനുള്ള വെള്ളം. അയ്യോ പട്ടി जी थोड़ा पानी दे सकता बोतल में पीने के लिए? ഹലോ. വെള്ളമൊക്കെ കിട്ടി നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ റൂഗി വില്ലേജിൽ നിന്ന് പോവുകയാണ്. ഇതിവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇത് സോളാർ സിസ്റ്റം. അങ്ങനെ റോഗി വില്ലേജൊക്കെ കണ്ട് 2 സ്റ്റെപ്പ് കയറി ക്ഷീണിച്ച് മടുത്തിരിക്കുമ്പോൾ ദേ ഈ അപ്പൂപ്പൻ ഈ പ്രായത്തിലും വിറകും ചുമന്ന് നടക്കുന്നു. ഗൈസ് ഹലോ, ക്യൂ ബാത് नहीं करते?
ऐसे हो എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കൽപ്പ. നിങ്ങൾ എന്തെങ്കിലും ഹിമാചൽ പ്രദേശിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് കൽപ്പ. കാരണം ഇവിടുത്തെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക, ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുക. സ്ഥലം കാണുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മനുഷ്യരെയാണ്.